ഹായ് ഹലോ. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ ബീച്ചിൽ പോയ എക്സ്പീരിയൻസ് ആണ്. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് 3 ബീച്ചുകളാണുള്ളത്. ഒന്ന് മുനമ്പം ബീച്ച്, ഒന്ന് കുഴിപ്പള്ളി, മറ്റൊന്ന് ചെറായി. അപ്പം രാവിലെ ഞങ്ങൾ ഈ 3 ബീച്ചുകളിലും പോയ എക്സ്പീരിയൻസ് ആണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. അപ്പം ഇത് മുനമ്പം ബീച്ചാണ്. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ഫുട്പാത്താണ്. അപ്പം നടന്ന് നീങ്ങി ചെല്ലുമ്പോൾ കടലിലറ്റത്ത് ആൾക്കാർ മീൻ പിടിക്കുന്നതൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കുറേ പേര് കടലിൽ പോയിട്ട് തിരിച്ചു വരുന്നവരുണ്ട്, തിരിച്ച് പോകാൻ ഇറങ്ങി നിൽക്കുന്നവരുണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ടു വന്നപ്പോൾ തൊട്ടടുത്ത് ബീച്ചിൻ്റെ അടുത്ത് തന്നെ ഒരു ആൽമരം നിൽക്കുന്നത് കണ്ടു. ഈ ഫുട്പാത്തിൽ കൂടെ നടന്ന് നീങ്ങുമ്പോൾ നമുക്ക് കടലിൻ്റെ അറ്റത്തെത്താനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് അങ്ങോട്ട് നടക്കാൻ വേണ്ടിയാണ് ഇവരിങ്ങനെ ഈ കല്ലൊക്കെ പാകിയേക്കുന്നത്. അതിന് മുകളിൽ കൂടി നടന്ന് ചെല്ലുമ്പോൾ നമ്മൾ ഈ കാണുന്നത് ഇങ്ങനെ ഒരു വ്യൂ ആണ്. അപ്പോൾ ആൾക്കാർ മീൻ പിടിക്കാനും വള്ളത്തിലും ബോട്ടിലും ഒക്കെ പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ കാണുന്നതാണ് ചീനവല. അപ്പം ഇത് മീൻ പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പം വല പൊക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കാഴ്ച ഞങ്ങൾക്ക് കാണാനായിട്ട് പറ്റി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ടി വിയിലും ഒക്കെ കാണുമ്പം മുനമ്പത്തും കൊച്ചിയിലുമാണ് ഇത് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഈ മുനമ്പത്തിൻ്റെ തൊട്ടപ്പുറം എന്ന് പറയുന്നത് അഴീക്കോട് ബീച്ചാണ്. അപ്പം ഞാൻ നേരത്തെ അഴീക്കോട് ബീച്ചിൽ പോയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചീനവല ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അതെന്തോ മെഷീനൊക്കെ വെച്ചാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ കടലിലേക്ക് മീൻ പിടിക്കാനായിട്ട് ആൾക്കാർ പോകുന്നുണ്ട്. അവിടെ നിന്ന് ആ കാഴ്ചയൊക്കെ വീഡിയോയിൽ ഞങ്ങൾ പകർത്തി. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ആൾക്കാർ വള്ളത്തെ പോയി മീൻ പിടിച്ചുകൊണ്ട് വന്ന ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കുറേ പേര് അവിടെ നിന്ന് വലയിൽ നിന്ന് മീനൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ നേരെ വന്നത് ചെറായി ബീച്ചിലേക്കാണ്. ഇപ്പോൾ ചെറായി ബീച്ച് അത്യാവശ്യം വലിയ ബീച്ചാണ്. തൊട്ടടുത്ത് തന്നെ റെസ്റ്റോറൻറ്റ്, റിസോർട്ട് ഇതെല്ലാം ഇവിടെ ഇച്ചിരി കൂടുതലാണ്. 2 ബീച്ചുകളെ അപേക്ഷിച്ച് ഇവിടെയാണ് കൂടുതൽ ആൾക്കാർ വന്നു പോകുന്നത്. ഈ കാണുന്നത് ഒരു മെക്സിക്കൻ ആർട്ടിസ്റ്റ് വരച്ച ഒരു പിക്ചറാണ്. അപ്പം ഡിസംബർ മാസം 20-21 ടൈമുകളിൽ ഇവിടെ ഫെസ്റ്റിവൽ നടക്കാറെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ആ വീഡിയോസൊക്കെ ഞാൻ ഇനി എൻ്റെ ചാനലിൽ ഇടുന്നതായിരിക്കും ആ ടൈം ആകുമ്പോൾ. അപ്പം ഞങ്ങൾ ആ സമയത്ത് ചെന്നപ്പം കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. കാരണം മറ്റെവിടുന്ന് വന്ന ആൾക്കാരൊക്കെയാണ് ആ ബീച്ചിൽ വന്ന് കുറേ നേരം സമയമൊക്കെ സ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ കടൽ കയറുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഈ കാണുന്നത് റബ്ബർ ചെരുപ്പ് കൊണ്ട് നിർമ്മിച്ച മത്സ്യമാണ്. അപ്പോൾ അതൊരു കൗതുകം കേട്ടോ വരുന്നവർക്കൊക്കെ കാണാനായിട്ട്. പിന്നീട് ഞങ്ങൾ പോയത് കുഴിപ്പള്ളി ബീച്ചിലേക്കാണ്. കുഴിപ്പള്ളി ബീച്ച് അത്യാവശ്യം ആൾക്കാർക്ക് വരാവുന്ന രീതിയിലും അവർക്ക് അവിടെ വന്ന് ഇരിക്കാവുന്ന രീതിയിലുമാണ് അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ചെരുപ്പ് കൊണ്ട് ചെയ്ത മത്സ്യം. കൂടാതെ വള്ളങ്ങളൊക്കെ കരക്കിരിപ്പുണ്ടായിരുന്നു. കുറേയൊക്കെ മീൻ പിടിക്കാനായിട്ട് പോയി. കുറച്ചൊക്കെ അവിടെ ഇങ്ങനെ കരക്കേറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന സ്ഥലമൊക്കെ ഒരുപാട് സിനിമകളിലൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ചെന്ന സമയത്തും ഷൂട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കടലിലെ കാഴ്ചകൾ ഇതൊക്കെയാണ്. അപ്പോൾ അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോകാനായിട്ട് തിരിച്ചു. അപ്പം ഈ കാണുന്നത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ്. അപ്പം കടൽ കയറിയ സമയത്ത് താൽക്കാലികമായിട്ട് നിർത്തി വെച്ചതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ.